കീ മാനുവലായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പോൾ ഒരു സൂത്രം വരുവേ. ഈ കുഞ്ഞൻ ബാറ്ററിയാണ് നമ്മുടെ ഒറിജിനൽ കീ ഇട്ടിട്ട് പോലും വണ്ടി സ്റ്റാർട്ടാവാത്തതിൻ്റെ കാരണം. ഈ കാണുന്ന കീസിലെല്ലാം ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇരുന്നാൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ ബാറ്ററി ലോ ആയി പോകും, ഇറങ്ങി പോവുക ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ മാറ്റാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. സോ നമ്മുടെ മാരുതിയുടെ കീയുടെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ആ സ്ക്രൂ ഒന്ന് അൺസ്ക്രൂ ചെയ്ത് കൊടുക്കുക. സ്ക്രൂ ഒരു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാർട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്വിച്ച് വരുന്ന മൊഡ്യൂൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്തെടുത്ത മൊഡ്യൂളിനകത്ത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമുക്കതിനെ ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി വരുന്ന ഭാഗം. ഈ ബാറ്ററി വരുന്ന ഭാഗത്തിലെ ബാറ്ററി നൈസിൽ റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ള പുതിയ ബാറ്ററി റീപ്ലേസ് ചെയ്യാനുള്ള പുതിയ ബാറ്ററിയുടെ ഇത് വരുന്ന നമ്പർ വരുന്ന ഇതാണ്. ലൈക്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ബാറ്ററിയുടെ നമ്പറും ഡീറ്റെയിൽസും വരുന്നത്. അപ്പോൾ ഈ ബാറ്ററി എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ നിലവിലുണ്ടായിരുന്നതിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ബാറ്ററിയുടെ റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡ് ഇങ്ങോട്ട് കണക്ഷൻ വരുന്ന രീതിയിലേക്ക് പൊസിഷൻ ചെയ്യുക. പൊസിഷൻ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മുടെ ലിഡ് അടച്ചു വയ്ക്കാം. ഇത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സിസ്റ്റം കണക്റ്റഡായതിനു ശേഷം തിരിച്ച് നമ്മുടെ സോക്കറ്റിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ഇവിടെ നമുക്ക് കീ പോയിൻ്റ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ പാനൽ തിരിച്ച് ഇതിലേക്ക് വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഊരിയ പോലെ തന്നെ തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്ക്രൂ ഇതുപോലെ കളയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കളഞ്ഞത്. വെച്ചതിന് ശേഷം ഇനി നമ്മുടെ കീ പഴയ പോലെ വർക്ക് ചെയ്തോളും. അതായത് ടെമ്പററി ഓഫ് ആവും, ക്ലിക്ക് ചെയ്താൽ ഓൺ ആവും.